കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു ഗായിക അഞ്ജു ആദ്യമായിട്ടുള്ള തൻ്റെ വിവാഹം എല്ലാവരെയും അറിയിച്ചത്. വളരെ പെട്ടെന്ന് നടത്തിയ വിവാഹ ചടങ്ങിൽ അപ്രതീക്ഷിതമായി മാധ്യമങ്ങളെല്ലാം എത്തിയത് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടലുണ്ടാക്കിയത്. ആരും അറിയാതെ അഞ്ജുവും ആദിത്യയും കൂടി വിവാഹം കഴിക്കാൻ പദ്ധതിയിട്ടതിനിടയിലാണ് മാധ്യമങ്ങൾ പെട്ടെന്ന് ഇടിച്ചുകയറി അവിടെ എത്തിയത്. അത് അഞ്ജു പോലും ശരിക്കും ഞെട്ടിയിരുന്നു. അതിനു പിന്നാലെ തന്നെ അഞ്ജു കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ ഒരു വർഷം തികഞ്ഞതിൻ്റെ ആഘോഷത്തിലാണ് ആദിത്യയും അഞ്ജുവും. ഇവർ രണ്ടുപേരുടെ ജീവിതത്തിൽ ആദ്യ പകുതികൾ അത്ര വളരെയധികം തന്നെ നല്ലതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം പകുതി വളരെ നന്നാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ഇരുവരും. അവിടെ നിന്നുള്ള തീരുമാനമാണ് ഇവരുടെ സൗഹൃദം പ്രണയത്തിലേക്കൊക്കെ എത്തിച്ചതും. അവിടെ നിന്ന് ഇവർ വിവാഹത്തിലെത്തി. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടും അതേ സ്നേഹം തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ആദിത്യ ഒരു വലിയ ഗ്രീൻ ഫ്ലാഗ് ആണ് എന്നാണ് അഞ്ജുവിൻ്റെ സുഹൃത്തുക്കൾ പോലും അഭിപ്രായപ്പെടുന്നത്. അഞ്ജുവിനെ പോലെ തന്നെ വളരെയധികം സംസാരിക്കാത്തൊരു പ്രകൃതക്കാരനാണെങ്കിൽ പോലും അദ്ദേഹം ഭയങ്കര ഓപ്പോസിറ്റ് പ്രകൃതമാണെങ്കിൽ പോലും പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. എപ്പോഴും സ്നേഹത്തോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും ആദിത്യയ്ക്ക് ഒരു സ്നേഹക്കുറവുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അഞ്ജുവിനോടുള്ള സ്നേഹം ആദിത്യ അറിയിക്കുന്നത് പല രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ പോസ്റ്റുകൾ പങ്കുവെച്ച് അറിയിക്കുന്നത് ആദിത്യയുടെ ഒരു ശീലമാണ്. അഞ്ജുവിനെ കരയിപ്പിക്കാനും അല്ലെങ്കിൽ അഞ്ജുവിന് സർപ്രൈസ് കൊടുക്കാനുമൊക്കെ ആദിത്യ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് പോലും എല്ലാവരും ഞെട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി നോക്കിയൊരു കാര്യം, ഒരുമിച്ച് പാട്ട് പാടുന്ന സമയം അഞ്ജുവിനെ നോക്കിക്കരഞ്ഞ ആദിത്യയെ ആർക്കും മറക്കാനാകില്ല എന്നാണ് പറയുന്നത്. അത്രമേൽ ആദിത്യ എല്ലാവരോടും മനസ്സ് എടുത്തിരുന്നു. അത്രമേലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അഞ്ജുവുമായിട്ടുള്ള വിവാഹം ആദിത്യ ആഗ്രഹിച്ചിരുന്നത്. അതാണ് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ആദിത്യ കരഞ്ഞത് എല്ലാവരും വേദിയിൽ കണ്ടു നിന്നു. അഞ്ജുവിനത് കണ്ടു നിൽക്കാൻ പോലും ആയില്ല. അന്നു മുതൽ പ്രേക്ഷകരെല്ലാവരും ആദിത്യയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അഞ്ജുവിൻ്റെ ഭാഗ്യമാണ് ശരിക്കും ആദിത്യ എന്ന് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും പറയാറുമുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ അത് അന്നു മുതൽ പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് പറയാം. 100 തവണയാണ് ഇതിനോടകം തന്നെ അഞ്ജു ആദിത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒരു സ്വഭാവമേ അല്ല, എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം എനിക്ക് വേണ്ടി മാറ്റിയിട്ടുമില്ല. ഞങ്ങൾ 2 സ്വഭാവക്കാരായി നിന്നുകൊണ്ട് തന്നെയാണ് നന്നായി പോകുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം അത്രമേൽ നന്നായി പോകുന്നത് എന്ന് പ്രേക്ഷകർ തന്നെ എടുത്തു പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുത്ത് പറയുന്നൊരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു കാര്യമായി ഇത് മാറുന്നു. ആരാധകർ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ പറയുന്ന വാക്കുകളായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെയധികം ആശംസകൾ അറിയിച്ച് ഇപ്പോഴും എത്തുന്നു. ഇന്നലെ കഴിഞ്ഞതുപോലെയുണ്ട് അഞ്ജുവിൻ്റെയും ആദിത്യയുടെയും വിവാഹം എന്നാണ് പലരും പറഞ്ഞെത്തുന്നത്. അതിനിടയിൽ തന്നെ ഒരു വർഷമായോ എന്ന് ചോദിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.